Good morning students. We are discussing about profitability ratios relating to sales. And today I am explaining about operating profit ratio. What is operating profit ratio? Operating profit ratio is the ratio explaining the relationship between operating profit and net sales. Okay, it's a ratio explaining the relationship between operating profit and net sales. It can be calculated by or the equation to calculate operating profit ratio is equal to operating profit divided by net sales into 100. Okay, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. സോ ദർ ആർ ടു കോമ്പണൻസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞാണ് അല്ലേ. ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് നെറ്റ് സെയിൽസ്. ദെൻ വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? Operating profit means the profit from normal business operations. ഒരു ബിസിനസ്സിൻ്റെ നോർമൽ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് ഇൻകർ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് അഡ്ജസ്റ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, പ്യൂർലി ഫിനാൻഷ്യൽ ചാർജസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. അപ്പം നെറ്റ് പ്രോഫിറ്റാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇൻക്ലൂഡ് ഡൊണേഷൻ, ചാരിറ്റീസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, expenses on issue of shares and debentures, preliminary expenses, provision for income tax. These are the non-operating expenses. Okay, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു നോർമൽ പ്രോഫിറ്റിനെയാണ് എന്തെന്ന് പറയാം? ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും മാത്രം ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദി ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വി വിൽ ഗെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അങ്ങനെയും വേണമെങ്കിൽ പറയാം. സോ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു net sales minus cost of goods sold minus operating expenses or gross profit minus operating expenses. അപ്പം അതിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അത് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്താണ് ഡിഡക്റ്റ് ചെയ്യേണ്ടതുള്ളൂ? ഓൺലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. സോ ദിസ് ഈസ് ദി പ്രോഫിറ്റ് ഫ്രം ദി നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്യാൻ ഓൾസോ ബി അസർട്ടൈൻ ഫ്രം നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും കഴിഞ്ഞിട്ട്, അതായത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഫൈനൽ പ്രോഫിറ്റിനെയാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നോൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് എന്തെന്ന് പറയണത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയണം അല്ലേ. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളൂവെങ്കിൽ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? നമുക്ക് എങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതിൽ നിന്ന് കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടൈം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. എന്താണ്? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടൈം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സും എന്ത് ചെയ്യാം? ആഡ് ബാക്ക് ചെയ്യാം. ഓൾറെഡി ഈ ഐറ്റംസ് ഒക്കെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ഫിഗർ ആയിരിക്കും എന്ത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ടാണ് എന്ത്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ ഈ ഐറ്റം നമ്മൾ തിരിച്ചെന്താണ്? ആഡ് ബാക്ക് ചെയ്യാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ. ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടൈം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. പിന്നെ കിട്ടിയ എമൗണ്ടിൽ നിന്ന് എന്ത് ഡിഡക്ട് ചെയ്യുക? non-operating income is not a part of
അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. സോ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ത് ചെയ്യുന്നു, ഡിഡക്റ്റ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. മനസ്സിലായോ? ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് സെയിൽസ് ആണ് അല്ലെങ്കിൽ പ്രോഫിറ്റൊക്കെ നെറ്റ് സെയിൽസോ ഗ്രോസ് പ്രോഫിറ്റൊക്കെ തന്നിട്ടുള്ളതെങ്കിൽ നെറ്റ് സെയിൽസിൽ നിന്നാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഡിഡക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്താലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഇനി നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടൈം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സും ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ക്ലിയർ? സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ. ഇനി എന്തിനാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദി റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണ്, അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻ്റെ ഒരു പ്രോഗ്രസ് എന്താണ് എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ബിസിനസ് ഈസ് ബീങ് ഓപ്പറേറ്റഡ്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ ബിസിനസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അടുത്തത് മറ്റൊരു റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ആസ് ദി നെയിം സജസ്റ്റ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ബൈ എ ബിസിനസ് ആൻഡ് ഇറ്റ്സ് നെറ്റ് സെയിൽസ്. എന്താണ്? It is the ratio of net profit earned by a business and its net sales. That is, it explains the relationship between net profit and net sales of a business concern, or it measures the overall profitability. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ മെഷർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണല്ലോ, ഗ്രോസ് പ്രോഫിറ്റ് അല്ലല്ലോ. സോ നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റേഷ്യോ ആണ് ഏതെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ദിസ് ഈസ് ദി ഡയറക്റ്റ് ഇക്വേഷൻ. നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും ഡയറക്റ്റ് തന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇനി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ 2 ways. അതായത് വൺ ഈസ് ടു ടേക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചിലപ്പോൾ തരാം, അതല്ലെങ്കിലോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തരാം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ PBT. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സും വരാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റും തരാം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇത് രണ്ടും തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കാൽക്കുലേറ്റ് ദ റേഷ്യോ. സോ ബിഫോർ ടാക്സ് ആണ് തന്നെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് തന്നെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓർ PAT ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണയായിട്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വെച്ചിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ടു മെഷർ ദി മാനേജീരിയൽ എഫിഷ്യൻസി എന്നുള്ളതാവും. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വെച്ചിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ദ പർപ്പസ് ഈസ് ഫോർ കമ്പയറിങ് ടു കമ്പനീസ്. രണ്ട് കമ്പനീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ സാധാരണ യൂസ് ചെയ്യുക പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അഥവാ PAT ആണ് യൂസ് ചെയ്യാറുള്ളത്. PAT വെച്ചിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? ഇൻ ഓർഡർ ടു കമ്പയർ ദി പെർഫോമൻസ് ഓഫ് 2 കമ്പനീസ്. ഇനി മാനേജീരിയൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് PBT ആണ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.